മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത്. ആദ്യം അതിൻ്റെ ഫോർമുല ആയിട്ടുള്ള ഡെഫിനിഷൻ നോക്കാം. ആദ്യം ടു വേരിയബിൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, ഫോർമുല ആയിട്ടുള്ള ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്തെടുക്കാം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫോർമാറ്റിലുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ആണ് അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, y ആണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനാണ് ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ ഫോർമുല ആയിട്ടുള്ള ഡെഫിനിഷൻ ഇതാണ്. അതൊരു റൂളാണ്. ഇത് ഏതെങ്കിലുമൊക്കെ ഒരു ഡൊമൈനിലായിരിക്കും എക്സ് വാരി ചെയ്യുന്നുണ്ടാകുക. സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ കേസിലാകുമ്പോൾ അതിൻ്റെ ഡൊമൈൻ ഒന്നുകിൽ റിയൽ ലൈൻ ആയിരിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് ഡി ആയിരിക്കും. അപ്പോൾ ഡി എന്നുള്ളത് റിയൽ ലൈനിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഡൊമൈൻ. ദെൻ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൊമൈനിലെ ഏതൊരു പോയിൻ്റ് എക്സ് എടുത്താലും അതിന് ഒരു യൂണീക്ക് റിയൽ നമ്പർ എഫ് ഓഫ് എക്സിനെ, ഏതൊരു എക്സ് എടുത്താലും ആ എക്സിന് ഒരു എഫ് ഓഫ് എക്സിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു യൂണീക്ക് എഫ് ഓഫ് എക്സ് ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഒരു യൂണീക്ക് എഫ് ഓഫ് എക്സിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു റൂളിനെയാണ് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ ഫോർമുല ആയിട്ടുള്ള ഡെഫിനിഷൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് മാത്രം. ഇവിടേക്ക് വരുമ്പോൾ ടു വേരിയബിൾ ഫംഗ്ഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എക്സും വൈ എടുക്കുന്നു എന്ന് മാത്രം. അതിന് പകരം ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ആറും എസ്സോ ആറും ടിയോ അങ്ങനെ എന്തെങ്കിലും, യു വി അങ്ങനെ ഏത് വേണമെങ്കിലും രണ്ട് വേരിയബിൾസ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പോലെ തന്നെ വേണമെങ്കിൽ y ഈക്വൽ ടു എഫ് ഓഫ് ടി, അതല്ലെങ്കിൽ z ഈക്വൽ ടു എഫ് ഓഫ് വൈ, അങ്ങനെ വേണമെങ്കിലും സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസ് നമുക്ക് വേരിയബിൾ ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ പറയുമ്പോൾ എക്സും വൈയും സെഡൊക്കെ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ടു വേരിയബിൾ ഫംഗ്ഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്, എക്സും വൈയും ആണ് അവിടെ ഇൻഡിപെൻഡൻ്റ്ലി നമ്മൾ ചൂസ് ചെയ്യുന്നത്. ദെൻ അവിടുത്തെ ഡൊമൈൻ എന്നുള്ളത് R2ൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അതാണ് സം സെറ്റ് ഡി ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ R2. അപ്പോൾ R2ൻ്റെ ഒരു സബ്സെറ്റാണ് ഡി എന്ന് വിചാരിക്കുക. ദെൻ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളൊരു ടു വേരിയബിൾ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൊമൈനിലെ ഏതൊരു പോയിൻ്റ് എടുത്താലും അതൊരു ഓർഡേഡ് പെയർ എക്സ് വൈ എന്നുള്ള ഫോർമാറ്റിലായിരിക്കും. R2ലെ പോയിൻറ്റ്സ് ഒക്കെ ഓർഡേഡ് പെയർ എക്സ് വൈ എന്നുള്ളൊരു ഫോർമാറ്റിലായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ഏതൊരു പോയിൻ്റ് ഡിയിൽ ഏതൊരു പോയിൻ്റ് ഓർഡേഡ് പെയർ എക്സ് വൈ എടുത്താലും അതിനൊരു യൂണീക്ക് റിയൽ നമ്പർ എഫ് ഓഫ് എക്സ് വൈനെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു റൂളിനെയാണ് നമ്മൾ ടു വേരിയബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് അതിൻ്റെ അടുത്ത ഡയമെൻഷനിലേക്കുള്ള എക്സ്റ്റൻഷനാണ് ത്രീ വേരിയബിൾ ഫംഗ്ഷൻ്റെ കേസിലേക്ക് വരുന്നത്. അവിടെ ഡൊമൈൻ എന്നുള്ളത് R3യുടെ സബ്സെറ്റ്, അതായത് ത്രീ ഡയമെൻഷണൽ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ഡി. ദെൻ ത്രീ വേരിയബിൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സം ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ്. സ്റ്റാൻഡേർഡായിട്ട് അടുത്ത വേരിയബിളായിട്ട് നമ്മൾ എടുക്കുന്നത് ഇവിടെ ആകുമ്പോൾ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, ഇവിടെ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അടുത്ത ഡയമെൻഷനിലേക്ക് കിടക്കുമ്പോൾ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, ആ ഒരു നൊട്ടേഷനിൽ, എക്സ്പ്ലിസിറ്റ് നൊട്ടേഷനിൽ അങ്ങനെയാണ് എടുക്കാറ്. ദെൻ ത്രീ വേരിയബിളിലേക്ക് കിടക്കുമ്പോൾ സം ഒമേഗ അല്ലെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ്, ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ കൊണ്ട്, ത്രീ വേരിയബിൾ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡി എന്നുള്ളത് R3യുടെ ഏതെങ്കിലുമൊക്കെ ഒരു സബ്സെറ്റ്, R3 ഇറ്റ് സെൽഫ് ആവാം, അതല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ്. ആ ഡൊമൈനിലെ ഏതൊരു പോയിൻ്റ് എടുത്താലും അതിനൊരു യുണീക്ക് റിയൽ നമ്പർ എഫ് ഓഫ് എക്സ് വൈ സെഡിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു റൂളാണ് ത്രീ വേരിയബിൾ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഇതിൻ്റെ ഫോർമൽ ആയിട്ടുള്ള ഡെഫിനിഷനാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് എക്സാമ്പിൾസിലേക്ക് കിടക്കാം. ഇവിടെ ടു വേരിയബിൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ. ഇപ്പോൾ ഡൊമൈൻ എന്നുള്ളത് ഇതെല്ലാം പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഡൊമൈൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുക്കും, അതല്ലെങ്കിൽ നാച്ചുറൽ ഡൊമൈൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ടു വേരിയബിൾ ഫംഗ്ഷൻ്റെ നാച്ചുറൽ ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ഓർഡേഡ് പെയർ എക്സ് വൈകൾ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ നമുക്ക് ഒരു റിയൽ നമ്പർ, അതായത് ഡിഫൈൻഡ് ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള എല്ലാ ഓർഡേഡ് പെയർ എക്സ് വൈകളുടെയും കളക്ഷനെയാണ് നാച്ചുറൽ ഡൊമൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡൊമൈൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുക്കുന്നു, അതല്ലെങ്കിൽ നാച്ചുറൽ ഡൊമൈൻ ആണ് എടുക്കുക. അപ്പോൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്,
വെറുതെ ഒരു എക്സാമ്പിൾ കൊടുത്തു എന്ന് മാത്രം, അതല്ല സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലും ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ആണ്. അപ്പോൾ ഇത് പോളിനോമിയലാണ്, എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. ഏത് ഓർഡേഡ് പെയർ എക്സ് വൈ എടുത്താലും എഫ് ഓഫ് എക്സ് വൈ നമുക്കൊരു റിയൽ നമ്പർ തന്നെയാണ് കിട്ടുക. നോട്ട് ഡിഫൈൻഡ് എന്നുള്ള കേസൊന്നും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഡൊമെയിൻ എന്നുള്ളത്, നാച്ചുറൽ ഡൊമെയിൻ എന്നുള്ളത് ഫുൾ R2 തന്നെയാണ്. ഇതിലിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ R2 പോയിൻ്റായിട്ട് ഞാനൊരു 1,2, അപ്പോൾ അത് 1,2ന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന റിയൽ നമ്പർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് 1,2 അത് കാണാൻ ഇത്രയേ ഉള്ളൂ. ഇതിൽ എക്സിന് പകരം 1 എന്ന് കൊടുക്കുക, വൈക്ക് പകരം 2 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് 1² + 1 × 2, സോ 3 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഓർഡേഡ് പെയർ 1, 2ന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന റിയൽ നമ്പർ 3 എന്നാണ്. ഞാൻ വേറൊരു റിയൽ നമ്പർ എടുക്കുന്നു, 1/2, 2 -2. അപ്പോൾ ഇതിനാരാണ് അസൈൻ ചെയ്ത് കൊടുക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ എഫ് ഓഫ് 1/2, -2 കാണുക. അപ്പോൾ അതിൽ 1/2ൻ്റെ സ്ക്വയർ പ്ലസ് 1/2 × -2. സോ 1/2ൻ്റെ സ്ക്വയർ 1/4 ആണ്. 1/2 × -2 എന്ന് പറയുമ്പോൾ -1 എന്നാവും. 2 ക്യാൻസലാവും. 1 × -1 -1, ദെൻ -3/4 എന്ന് കിട്ടും. ഇത് LCM എടുത്തിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് -3/4 എന്നുള്ള റിയൽ നമ്പറിനാണ്. അപ്പോൾ അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന റിയൽ നമ്പർ യുണീക്ക് ആയിരിക്കും. അത് ഫംഗ്ഷൻ്റെ നമ്മളറിയാവുന്ന ഡെഫിനിഷനാണ്. ഡൊമൈനിലുള്ള എല്ലാവരുടെയും ഇമേജ് യുണീക്ക് ആയിരിക്കും. ഒരു പോയിന്റിന് ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ ആവില്ല. റിലേഷൻ്റെ സ്പെഷ്യൽ കേസാണ് ഫംഗ്ഷൻ. സോ ഡൊമൈനിലെ എല്ലാവർക്കും എക്സാക്ട്ലി 1 ഇമേജ് വരുന്ന റിലേഷൻസിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒന്നിൽ കൂടുതൽ ഇമേജ് ഇല്ലാണ്ടിരിക്കാനോ പാടില്ല. അപ്പോൾ അതാണ് ഫംഗ്ഷൻ്റെ കേസ്. അത് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്ത് പോകുന്നത്. ഇനി ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു XY + YZ + ZX എക്സാമ്പിളായിട്ട് പറഞ്ഞതെന്ന് മാത്രം. ഇതും ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. 3 വേരിയബിളിലുള്ളൊരു പോളിനോമിയലാണ്. സോ ഇതിൻ്റെയും നാച്ചുറൽ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഏതൊരു R3യിലെ ഏതൊരു പോയിൻ്റ് XYZ എടുത്താലും ഇത് ഡിഫൈൻഡ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ എഫ് ഓഫ് 1, 2, 3 കാണാനാണെങ്കിൽ 1, 2, 3യുടെ ഇമേജ് കാണാൻ ഇതിൽ 1 × 2, എക്സിന് പകരം 1, വൈക്ക് പകരം 2, സെഡിന് പകരം 3 എന്ന് കൊടുക്കുന്നു. ദെൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 + 6 8 + 11 8 + 3 11 എന്ന് കിട്ടും. അപ്പോൾ 1, 2, 3യുടെ ഇമേജ് 11 ആണ്. ഇങ്ങനെയാണ് നമ്മളൊരു 3 വേരിയബിൾ ഫംഗ്ഷൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇമേജ് കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് അതിൽ എക്സിനും വൈക്കും പകരം സെഡിനും പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു √y + 1 + ln of x² - y. Find f of E0 and sketch the natural domain of f. അപ്പോൾ ആദ്യം നമ്മളോട് എഫ് ഓഫ് E0 എന്നുള്ളത് ഒരു റിയൽ നമ്പർ ആണെന്ന് നമുക്കറിയാം. 2.71 അപ്രോക്സിമേറ്റ് വാല്യൂ വരുന്നു. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പൈ പോലെ ഉള്ള മറ്റൊരു റിയൽ നമ്പറാണ്. അതിനൊരു സ്പെസിഫൈ ചെയ്തൊരു നൊട്ടേഷനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. പൈ 3.14 അപ്രോക്സിമേറ്റ്ലി വാല്യൂ ഉള്ള ഒരു റിയൽ നമ്പറാണ്. അതുപോലെ മറ്റൊരു റിയൽ നമ്പർ. അപ്പോൾ ഈ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആദ്യം പറഞ്ഞിട്ടത്. അത് കണ്ടുപിടിക്കാൻ, എന്നിട്ട് നാച്ചുറൽ ഡൊമൈനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ എഫ് ഓഫ് E0 കണ്ടുപിടിക്കുമ്പോൾ ഇതിൽ എക്സിന് പകരം ഇയും വൈക്ക് പകരം 0യും കൊടുക്കുക. സോ 0 + 1 ln of E² - 0. അപ്പോൾ √1 + ln E² എന്ന് വരും. √1 1 ആണ്. ഇനി നമുക്ക് അറിയാം ln a⁴b എന്നുള്ളത് b ln a ആണ്. സോ അതുപയോഗിച്ച് ln E² നമുക്ക് 2 ln e എന്ന് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യമാണ് ln of e എന്നുള്ളത് 1 ആണ്. ln e നാച്ചുറൽ ലോഗരിതം അറ്റ് e, ഇതിൻ്റെ ബേസാണ്. നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ബേസാണ് e. സോ log e⁻c അതാണ് ln e. അപ്പോൾ അത് നമുക്ക് 1 ആണെന്ന് അറിയാം. അപ്പോൾ log b⁻b എന്നുള്ളത് 1 ആണ്. എനി ബേസ് ഏതൊരു b > 0 എടുത്താലും log b⁻b എന്നുള്ളത് 1 ആണ്. അപ്പോൾ ln e എന്നുള്ളത് 1 ആണ്. അപ്പോൾ ഇതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 1 + 2 × 1, സോ 3 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് E0 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ. ഇനി ഇതിൻ്റെ നാച്ചുറൽ ഡൊമൈൻ നമുക്ക് കണ്ടുപിടിക്കാം. അതിനുശേഷം അത് സ്കെച്ച് ചെയ്യാം. ഓൾറെഡി ഇവിടെ റൈറ്റ് സൈഡിൽ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് √y + 1 ആണ്.
പ്ലസ് ln ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ, രണ്ട് പാർട്സ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം റൂട്ട് ഓഫ് വൈ പ്ലസ് വണ്ണിലേക്ക് വരാം. നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനാണ്. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ളത് നമ്പർ നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇത് ഡിഫൈൻഡ് ആവണമെങ്കിൽ വൈ പ്ലസ് വൺ എന്നുള്ളത് എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ഇത് റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ നോട്ട് ഡിഫൈൻഡ് വരും. കോംപ്ലക്സ് റൂട്ടൊക്കെ ആവും വരിക. നമുക്കിവിടെ റിയൽ നമ്പറാണ് ആവശ്യം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ നമുക്കത് നോട്ട് ഡിഫൈൻഡ് ആവും. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റ്സ് നമുക്ക് ഒഴിവാക്കണം. സോ റൂട്ട് ഓഫ് വൈ പ്ലസ് വൺ ഡിഫൈൻഡ് ആവണമെങ്കിൽ വൈ പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് വൈ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ആവണം. ഇനി നമുക്കറിയാം, അടുത്ത കാര്യം നമുക്കറിയണം, ലോഗരിതം, നാച്ചുറൽ ലോഗരിതം അല്ലെങ്കിൽ ഏത് ലോഗരിതം ആണെങ്കിലും ബേസിൽ ഏത് ബേസ് ബി ആണെങ്കിലും അത് ഡിഫൈൻഡ് ആവണമെങ്കിൽ നോൺ നെഗറ്റീവ് എന്നല്ല, പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് മാത്രമാണ് 0യ്ക്കും നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനും ln ഡിഫൈൻഡ് അല്ല. സോ ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള എക്സ് സ്ക്വയർ മൈനസ് വൈ എന്നുള്ളത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ല, ഓർത്ത് വയ്ക്കുക, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. നാച്ചുറൽ ലോഗരിതം 0യിൽ ഡിഫൈൻഡ് അല്ല, നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനും ഡിഫൈൻഡ് അല്ല. സോ എക്സ് സ്ക്വയർ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ മൈനസ് വൈ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതിൽ നിന്നും എക്സ് സ്ക്വയർ എന്നുള്ളത് ഇത് അങ്ങോട്ട് പോകുമ്പോൾ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ വൈ. അപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈയിലുള്ളൊരു കണ്ടീഷൻ ഇതാണ്, വൈ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ആവണം ആൻഡ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ വൈ ആവണം. അതല്ലെങ്കിൽ വൈ എന്നുള്ളത് ലെസ് ദാൻ എക്സ് സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 എന്താണെന്ന് നോക്കാൻ ആദ്യം വൈ ഈക്വൽ ടു -1. വൈ ഈക്വൽ ടു -1 നമുക്കറിയാം, വൈ ഈക്വൽ ടു സം ബി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് ആക്സിസിനോട് പാരലലായിട്ട് വൈ ആക്സിസിലെ ബിയിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ, അതാണ് വൈ ഈക്വൽ ടു ബി. സോ വൈ ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിനോട് പാരലലായിട്ട് വൈ ആക്സിസിലെ -1ലൂടെ പാസ് ചെയ്യുന്ന ലൈൻ, അതാണ് ഇവിടെ കാണുന്ന ഈ ലൈൻ, ബ്ലൂവിൽ കാണുന്ന ലൈൻ. അപ്പോൾ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ആണ്. വൈ ലെസ് ദാൻ -1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ താഴേക്കും, വൈ ഗ്രേറ്റർ ദാൻ -1 എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ -1 ആകുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ്. സോ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ ആ ലൈനും ഇൻക്ലൂഡഡ് ആണ് അതിൻ്റെ മുകൾ ഭാഗത്തേക്കും. അപ്പോൾ വൈയിലുള്ള ഒരു റെസ്ട്രിക്ഷൻ വൈ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1. അപ്പോൾ ഈ ലൈനിലുള്ള പോയിന്റ്സും അതിൻ്റെ മുകൾ ഭാഗത്ത് കിടക്കുന്ന എല്ലാ പോയിന്റ്സും ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു പോർഷൻ മാത്രം കാണിച്ചു എന്ന് മാത്രം. ഇതിങ്ങനെ ഈ സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നു അതിൻ്റെ മുകൾ ഭാഗത്തുള്ള എല്ലാ പോയിന്റ്സും. ഇനി അടുത്ത കാര്യമാണ് നമുക്ക് അറിയേണ്ടത്, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, വൈ ലെസ് ദാൻ എക്സ് സ്ക്വയർ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ നമുക്കറിയാം പാരബോളയാണ്, എക്സ് വൈ പ്ലെയിനിലെ പാരബോള. അപ്പോൾ ആ പാരബോളയാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. നിങ്ങൾ റഫായിട്ട് വരച്ചാൽ മതി. നമുക്കിവിടെ വൈ ലെസ് ദാൻ ആണ് ഉള്ളത്, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് ആ പാരബോള. ലെസ് ദാൻ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും പാരബോളയിലെ പോയിന്റ്സ് ഇൻക്ലൂഡഡ് അല്ല, അതുകൊണ്ടാണ് അത് ഡോട്ടഡ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഡോട്ടഡ് ആയി കഴിഞ്ഞാൽ അത് ആ ബൗണ്ടറി അതിൽ ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ് മീനിങ്. ഇനി വൈ ലെസ് ദാൻ എക്സ് സ്ക്വയറും വൈ ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയറും അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് കൊടുത്തിട്ട്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളൊരു പോയിന്റ്, ഈ പാരബോള വരച്ച് കഴിഞ്ഞാൽ ആ പാരബോളയിൽ ലൈ ചെയ്യാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് 10 അല്ലെങ്കിൽ 20 ഏതെങ്കിലും എടുക്കാം. അപ്പോൾ 10 എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ വൈ എന്നുള്ളത് 0 ആണ്, ലെസ് ദാൻ 1 സ്ക്വയർ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മളെടുത്ത പോയിന്റിൻ്റെ ഭാഗത്തേക്കാണ് ഷെയ്ഡിങ്. ഇപ്പോൾ പാരബോള നമുക്ക് ഇങ്ങനെയാണ്, ഒന്നുകിൽ ഇതിൻ്റെ ഉള്ളിലേക്കായിരിക്കും അല്ലെങ്കിൽ പുറത്തേക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഏതാണ് കറക്റ്റ് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് റാൻഡായിട്ട് എടുക്കുക. ഈ പാരബോളയിൽ ലൈ ചെയ്യാത്ത, അതായത് ഈ കേർവിലില്ലാത്ത ഏതെങ്കിലും ഒരു പോയിന്റ്, ഇവിടെയുള്ള പോയിന്റോ അല്ലെങ്കിൽ ഇവിടെയുള്ള പോയിന്റോ, ഞാൻ ഇതിന് പകരം ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് 0, 1 വൈ ആക്സിസിലൊരു പോയിന്റ് ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് 0, 1. ഈ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0, 1 എന്ന് എടുക്കുമ്പോൾ 1 ലെസ് ദാൻ 0 സ്ക്വയർ, ഇത് തെറ്റാണ്. അപ്പോൾ അവിടേക്കല്ല ഷെയ്ഡിങ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. സോ ഈ ഭാഗത്തേക്കാണ്. അപ്പോൾ ആ പാരബോളയുടെ ഏകദേശം അടിയിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ ഇത് രണ്ടും കൂടിച്ചേരുന്ന ഭാഗമാണ്. അപ്പോൾ ഈ പാരബോള ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടുള്ളത് നമുക്കവിടെ ബൗണ്ടറി ഇൻക്ലൂഡ് അല്ല. അപ്പോൾ അതിൻ്റെ താഴേക്ക് വരുന്ന പോയിൻറ്റ്സ് എല്ലാം പിന്നെ y > -1. ഇത് രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് ഇതിൻ്റെ നാച്ചുറൽ ഡൊമൈനിൽ. അതാണ് ഇവിടെ റൈറ്റ് സൈഡിൽ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു പോർഷൻ. ഇനി അടുത്ത കേസിലേക്ക് വരാം. ഇതൊരു 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. അതിൻ്റെ നാച്ചുറൽ ഡൊമൈൻ കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. 3D ആണ് അതിൻ്റെ ഡൊമൈൻ. 3 ഡയമെൻഷണൽ സ്പേസിലാണ് അതിൻ്റെ ഡൊമൈൻ വരിക. സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് അതിൻ്റെ കണ്ടീഷൻ നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. f(0) 1/2 - 1/2. സോ ഇത് കൊടുക്കുമ്പോൾ 1 - 1/2ൻ്റെ സ്ക്വയർ, സോറി എക്സിൻ്റെ വാല്യൂ 0 ആണ്. സോ 1 - 0² - 1/2² -1/2ൻ്റെ സ്ക്വയർ. f(x y) എന്നുള്ളത് √1 - x² - y² - z². സോ 1 - 0² 0 തന്നെയാണ്. ഇത് 1/4 - 1/4 -1/2ൻ്റെ സ്ക്വയറും 1/4 തന്നെയാണ് വരിക. സോ 1 - 1/4 - 1/4. അപ്പോൾ 1 - 1/2 എന്ന് വരും. അപ്പോൾ √1/2 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്കറിയാം നേരത്തെ പോലെ തന്നെ ഇത് റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനാണ് സ്ക്വയർ റൂട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ളത്. സോ 1 - x² - y² - z² എന്നുള്ളത് > 0 ആയിരിക്കണം. ഇതിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഇപ്പുറത്തേക്ക് പോകുമ്പോൾ x² + y 1 > x² + y² + z². അതല്ലെങ്കിൽ ഇത് തിരിച്ചെഴുതാം x² + y² + z² <= 1. അപ്പോൾ നമുക്കറിയണം x² + y² + z² = a² എന്നുള്ളത് 3Dയിൽ ഒറിജിൻ സെൻറ്ററായിട്ട്, അതായത് 0 0 0 സെൻറ്ററായിട്ട് a യൂണിറ്റ് റേഡിയസ് ഉള്ള സ്ഫിയറിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ ഇത് ഒറിജിൻ സെൻറ്ററായിട്ട് 1 യൂണിറ്റ്, അതായത് 0 0 0 സെൻറ്ററായിട്ട് 1 യൂണിറ്റ്, അതായത് യൂണിറ്റ് സ്ഫിയറാണ്, റേഡിയസ് ഉള്ള സ്ഫിയറാണ് x² + y² + z² = 1 എന്നുള്ളത്. ഇനി <= 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉൾഭാഗം, ആ സ്ഫിയറിൻ്റെ ബൗണ്ടറി ഉണ്ട്. <= ആയതുകൊണ്ട് അവിടെ സ്ഫിയറിൻ്റെ ബൗണ്ടറിയും ആ സ്ഫിയറിൻ്റെ ഉൾഭാഗത്തുള്ള പോർഷനും കൂടി ചേർന്നിട്ട്, അതിൻ്റെ ഉള്ളിലുള്ള പോർഷൻസും കൂടി നമ്മളോട് സ്കെച്ച് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. യൂണിറ്റ് സ്ഫിയറിൻ്റെ ബൗണ്ടറി അതിൻ്റെ ഉള്ളിലും ഒരു ബോൾ അതിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഡൊമൈൻ. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇത് ഒറിജിൻ സെൻറ്ററായിട്ട് a യൂണിറ്റ് റേഡിയസ് ഉള്ള സ്ഫിയറിൻ്റെ ഇക്വേഷനാണ്. നമുക്ക് കുറച്ച് 3D ആയിട്ടുള്ള സർഫസുകളുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് 3Dയിലുള്ള കുറച്ച് സർഫസുകളുടെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഈ പറഞ്ഞ സ്ഫിയർ. ഇനി നമുക്ക് ആവശ്യം വരുന്നത് ഇപ്പോൾ ഒരു ax + by + cz = some d. ഇത് പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. 3D സ്പേസിലുള്ള പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. ഇനി z = x² + y². ഇത് എലിപ്റ്റിക് പാരബോളോയിഡിൻ്റെ ഇക്വേഷനാണ്. ഈ ഒരു ഷേപ്പായിട്ട് വരും. ത്രീഡിയിലുള്ളൊരു പിക്ചറാണ്. ഇതിപ്പോൾ എക്സും വൈയും സെഡും ആക്സിസ്. എലിപ്റ്റിക് പാരബോളോയിഡാണ്. z = x² + y². ഇനി നമുക്ക് ആവശ്യം വരുന്ന അടുത്തൊരു ഫിഗർ കോൺ വരുന്നുണ്ട്. z² = x² + y². ഇൻഫൈനൈറ്റ് കോൺ എന്നാണ് പറയുക. അപ്പോൾ അത് നമുക്ക്
ആക്ച്വലി ഇതിൻ്റെ രണ്ട് സൈഡിലേക്കും ആവശ്യമുണ്ട്. ആക്സിസ് ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് എടുക്കുന്നില്ല. ഓക്കെ, ഇതാണ് ഇൻഫൈനൈറ്റ് കോൺ. അതിൻ്റെ ഇക്വേഷൻ സെറ്റ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഫിയറിൻ്റെയാണ്. അപ്പോൾ ഇനി പിന്നെ വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇത് 2Dയിലെ ഒറിജിൻ സെൻറ്റർ ആയിട്ട് A യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ഇത് 3Dയിലേക്ക് വരുമ്പോൾ ഇത് സിലിണ്ടറിൻ്റെ ഇക്വേഷനാണ്, റൈറ്റ് സർക്കുലർ സിലിണ്ടറിൻ്റെ ഇക്വേഷനാണ്. ഏകദേശം ഈ ഒരു ഷേപ്പ്. ഇതാണ് സിലിണ്ടർ, റൈറ്റ് സർക്കുലർ സിലിണ്ടർ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്കിനി ഏതെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ അത് സമയത്ത് പറയാവുന്നതാണ്. ഇനി 2 വേരിയബിൾ ഫങ്ഷൻസിൻ്റെ ഗ്രാഫ് അതെന്താണെന്ന് നോക്കാം. ആദ്യം സിംഗിൾ വേരിയബിൾ ഫങ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ f(x) എന്നുള്ള ഫങ്ഷൻ്റെ ഗ്രാഫ് y ഈക്വൽ ടു f(x) എന്നുള്ള ഇക്വേഷൻ്റെ ഗ്രാഫാണ്. അപ്പോൾ അതേപോലെ തന്നെ f(xy) എന്നുള്ള 2 വേരിയബിൾ ഫങ്ഷൻ്റെ ഗ്രാഫ്. ആദ്യം ഒരു കാര്യം പറയാം. ഇപ്പോൾ സിംഗിൾ വേരിയബിൾ ഫങ്ഷൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ്, അതിൻ്റെ ഡൊമെയിൻ ഞാൻ പറഞ്ഞു, റിയൽ ലൈനോ അതില്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ D എന്നുള്ളത് Rൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അതിൻ്റെ ഗ്രാഫ് അടുത്ത ഡയമെൻഷനിലായിരിക്കും, അതായത് XY പ്ലെയിനിലായിരിക്കും. സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നിങ്ങൾ ഇതുവരെ ഡീൽ ചെയ്തിട്ടുള്ളത് കൂടുതലും അതാണ്. ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇതെല്ലാം 2Dയിലെ കേർവാണ്, പാരബോള. ഇനിയിപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ ഒന്നെങ്കിൽ y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോമിൽ, അതല്ലെങ്കിൽ ax പ്ലസ് by ഈക്വൽ ടു സം c, ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ലൈൻ. നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. സൈൻ എക്സ്, കോസ് എക്സ്, എക്സ് ക്യൂബ്, ഇനി മോഡ് എക്സ്, അങ്ങനെ കുറേ ഫങ്ഷൻസിൻ്റെ 2 വേരിയബിൾ ഫങ്ഷൻസിൻ്റെ ഗ്രാഫുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാം 2Dയിലാണ്, അതായത് XY പ്ലെയിനിലാണ് സിംഗിൾ വേരിയബിൾ ഫങ്ഷൻ്റെ ഗ്രാഫ്. ജനറലി പറയുമ്പോൾ അത് 2Dയിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കേർവ് ആയിരിക്കും. അതേപോലെ ഇനി 2 വേരിയബിൾ ഫങ്ഷൻ്റെ കേസിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഡൊമെയിൻ XY പ്ലെയിനിൻ്റെ സബ്സെറ്റാണ്. അതിൻ്റെ ഗ്രാഫ് വരുന്നത് അടുത്ത ഡയമെൻഷനിൽ 3Dയിലാണ് അതിൻ്റെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ജനറലി അതൊരു സർഫസ് എന്നാണ് പറയുക. ഇപ്പോൾ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് 2Dയിലെ കേർവ് എന്ന് പറയുന്നത് പോലെ 2 വേരിയബിൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ജനറലി നമ്മൾ പറയുന്നത് 3 സ്പേസിൽ, അതായത് XYZ സ്പേസിലുള്ള 3 ഡയമെൻഷണൽ സ്പേസിലുള്ള സർഫസുകളായിരിക്കും. അപ്പോൾ സർഫസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു സർഫസ്. നിങ്ങളിപ്പോൾ കേർവ് എന്നുള്ളതിൻ്റെ സിംപ്ലസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ, ദെൻ അതിനെ പല രീതിയിലൊന്ന് വളച്ചാലും അങ്ങനെ പല രീതിയിൽ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ കേർവ് എന്ന് പറയുന്നത്. ഞാൻ ഒന്ന് റഫായിട്ട് പറഞ്ഞത് മാത്രം. അതുപോലെ തന്നെ ഇപ്പോൾ സർഫസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ, അതാണ് പ്ലെയിൻ. ആ പ്ലെയിനിനെ പല രീതിയിൽ മടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വളർച്ചയ്ക്കും പല രീതിയിൽ കിട്ടുന്ന ഷേപ്പുകൾ. ഓൾറെഡി ഇപ്പോൾ ഞാൻ കുറച്ച് സർഫസുകൾ ഇവിടെ പറഞ്ഞു. സ്ഫിയർ, എലിപ്റ്റിക് പാരബോളോയിഡ്, കോൺ, ഇൻഫൈനൈറ്റ് കോൺ, അതുപോലെ സിലിണ്ടർ, റൈറ്റ് സർക്കുലർ സിലിണ്ടറും, അങ്ങനെ കുറച്ച് സർഫസുകളൊക്കെ പറഞ്ഞു, പ്ലെയിനും. ഇതെല്ലാം 3 ഡയമെൻഷണൽ സ്പേസിലുള്ള സർഫസുകളാണ്. അപ്പോൾ ജനറലി ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഏതെങ്കിലുമൊക്കെ സർഫസുകളായിരിക്കും. നമുക്ക് എല്ലാ 2 വേരിയബിൾ ഫംഗ്ഷൻ്റെ ഗ്രാഫുകളൊന്നും നമുക്കൊന്നും നോക്കേണ്ടതില്ല. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ കഷ്ണങ്ങൾ ഗ്രാഫായിട്ട് വരുന്ന രീതിയിലുള്ളതൊക്കെയാണ് നമുക്ക് പഠിക്കുവാനുള്ളൂ. അപ്പോൾ ഈവൻ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ കേസിലാണെങ്കിലും നിങ്ങൾ കുറച്ചൊക്കെയും ഡെറിവേറ്റീവിൻ്റെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് കോൺവെക്സും കോൺവെക്സിറ്റിയും അതുപോലെ അസിംപ്റ്റോട്ടുകളും എല്ലാം നോക്കിയിട്ട് ജസ്റ്റ് റഫായിട്ട് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് അല്ലാണ്ട് ഇപ്പോൾ f(x) ഈക്വൽ ടു ഒരു x ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 2, ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും വരയ്ക്കാനൊന്നും പറ്റില്ല. ഒന്നുകിൽ കുറച്ച് എക്സും f(x) ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. 2Dയിൽ അത് പിന്നെയും വരയ്ക്കാവുന്നതാണ്.
പക്ഷെ ഇവിടെ 3D വരുമ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഇങ്ങനെയായിരിക്കും: എക്സ് കോമ വൈ കോമ എഫ് ഓഫ് എക്സ് വൈ. ഇപ്പോൾ 2D അതായത് സിംഗിൾ വാരിയബിൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ പ്ലോട്ട് ചെയ്യുക എക്സ് കോമ എഫ് ഓഫ് എക്സുകളാണ് എക്സ് വൈ പ്ലെയിനിൽ. ഇപ്പോൾ 3D വരുമ്പോൾ എക്സ് കോമ വൈ കോമ എഫ് ഓഫ് എക്സ് വൈകളാണ്. ഇത് നമുക്ക് 3D പ്ലോട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് അത് ഗ്രാഫായിട്ട് വരുന്ന രീതിയിലുള്ള ഫങ്ഷൻസിനെ പറ്റി മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനുണ്ടാവുള്ളൂ. നമ്മൾ ബാക്കി എല്ലാറ്റിനെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പറഞ്ഞു മാത്രം. അതിൻ്റെ ഒരു ടോപ്പിക് ഉണ്ട്. എല്ലാറ്റിൻ്റെയും ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് മാത്രം. നമ്മൾ കുറച്ച് ഇക്വേഷൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരും. ഇനിയിപ്പോൾ ഇതിൽ പറയാത്ത ഏതെങ്കിലുമൊക്കെ നമുക്ക് പിന്നീട് വരുന്നുണ്ടെങ്കിൽ പറയാം. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അതല്ലാതെ എല്ലാറ്റിൻ്റെയും ഗ്രാഫുകളൊന്നും നമുക്ക് അങ്ങനെ അത്ര ഈസി അല്ല. ഇപ്പോൾ 2D നമുക്ക് ആ ഒരു മെത്തേഡ് വെച്ച് വരയ്ക്കുന്ന അത്ര ഈസി അല്ല 3D വരയ്ക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നുള്ള ഇക്വേഷൻ്റെ ഗ്രാഫാണ് വരയ്ക്കുക. അതേപോലെ 2 വേരിയബിൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 3D സ്പേസിലെ z എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഇക്വേഷൻ്റെ ഗ്രാഫായിരിക്കും ജനറലി ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു സർഫസ് ആയിരിക്കും എന്ന് പറഞ്ഞു. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഡിസ്ക്രൈബ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 - x - 1/2y ഇൻ ആൻ XYZ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം ഇത് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഇക്വേഷൻ്റെ ഗ്രാഫായിരിക്കും. സോ z ഈക്വൽ ടു 1 - x - 1/2y. ഈ ഒരു ഇക്വേഷൻ്റെ ഗ്രാഫായിരിക്കും. ഇത് എക്സിൻ്റെ പവറും 1 ആണ്, വൈയുടെ പവറും 1 ആണ്, സെഡിൻ്റെ പവറും 1 തന്നെയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ AX + BY + CZ ഈക്വൽ ടു സം D എന്നുള്ള ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് അറേഞ്ച് ചെയ്താൽ ആ ഒരു ഫോർമാറ്റിലേക്ക് എത്തും. ഈ ഒരു ഫോർമാറ്റിലാണ് ഈ ഒരു ഇക്വേഷൻ കിടക്കുന്നത്. ഞാൻ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കാണിക്കാം. ഇതിൽ നിന്ന് നമുക്ക് x + 1/2y + z ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഇത് പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. ഇവിടെ എക്ക് പകരം 1ഉം ബിക്ക് പകരം 1/2ഉം സിക്ക് പകരം 1ഉം ഡിക്ക് പകരം 1ഉം കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ്. സോ ഇത് ആദ്യം തന്നെ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഇത് പ്ലെയിൻ ആണ്. ഇനി പ്ലെയിനിൻ്റെ പോർഷൻ നമുക്ക് ഇൻഫൈനൈറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണ്. അതിൻ്റെ ഒരു പോർഷനാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അത് ഫസ്റ്റ് ഒക്ടൻറ്റിലെ പോർഷനാണ്. ഇത് വരയ്ക്കുവാനുള്ളൊരു മെത്തേഡ് ഇത്രയാണ്. ഇതിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും സെഡ് ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കുക. ഇപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വൈക്കും സെഡിനും എക്സ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുവാൻ വേണ്ടി വൈക്കും സെഡിനും 0 എന്ന് കൊടുക്കുക. എന്നിട്ട് എക്സ് എത്രയാണ് വരാമെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ വൈക്കും സെഡിനും 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ എക്സ് ഇൻ്റർസെപ്റ്റ് 1 ആണ്. അതായത് 1,0,0 കൂടെ എക്സ് ആക്സിസിലെ 1,0,0 കൂടെ ഇത് പാസ് ചെയ്യുന്നുണ്ട്. ഇനി വൈ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സിനും സെഡിനും 0 എന്ന് കൊടുക്കുക. അപ്പോൾ 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഇക്വേഷൻ 1/2y ഈക്വൽ ടു 1. അതിൽ നിന്നും y ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ y ആക്സിസിലെ 2 കൂടെ അതായത് 0,2,0 y ആക്സിസിലെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം y ഈക്വൽ 0,b,0 ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. എക്സ് ആക്സിസിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ a,0,0 എന്നുള്ള ഫോർമാറ്റിലായിരിക്കും. സെഡ് ആക്സിസിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0,0, c എന്നുള്ള ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ ഇവിടെ y ആക്സിസിലെ 2 കൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്. y ഇൻ്റർസെപ്റ്റ് 2 ആണ്. സോ 0,2,0 അത് പാസ് ചെയ്യുന്നുണ്ട്. ഇനി z ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് എക്സിനും വൈക്കും 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് എക്സിനും 0 വൈക്കും 0 എന്ന് കൊടുക്കുമ്പോൾ z ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ 0,0,1 ആണ് അതിൻ്റെ പാസ് ചെയ്യുന്ന മറ്റൊരു പോയിന്റ്. അപ്പോൾ അത് പ്ലോട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒന്നും കൂടി ഇവിടെ ജസ്റ്റ് പ്ലോട്ട് ചെയ്യുന്നു. അവിടെ ഓൾറെഡി റൈറ്റ് സൈഡിലുണ്ട്. പ്ലെയിനിൻ്റെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. ഇത് 1 ആണെന്ന് വിചാരിക്കുക.
അപ്പോൾ നമ്മൾ ആദ്യം 1,0,0 അത് ഇതാണ് പോയിന്റ്, ഇതാണ് പോയിന്റ് എക്സ് ആക്സിസിലെ 1, ഈ ഒരു പോയിന്റ്. ഇനി 0,2 ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഇങ്ങനെയാണ്, ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. സെഡ് ആക്സിസ് ഇത് എക്സ് ആക്സിസ്, ഇങ്ങോട്ടുള്ളത് വൈ ആക്സിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ 1,0,0. ഇനി വൈ ആക്സിസിലെ 2, അപ്പോൾ ഇതാണ് 0,2,0. ഈ പോയിന്റ് വരച്ചു. ഇനി സെഡ് ആക്സിസിലെ 1 അത് ഇതാണ് 0,0,1. ഇനി ഇതൊന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ഇവർ മൂന്നാളും തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ട്രയാങ്കുലർ പ്ലേറ്റ് ഇങ്ങനെ പോലെ കിട്ടും. ഈ ഒരു പ്ലേറ്റ് ഒരു റൂമിൻ്റെ മൂലയ്ക്കുള്ളത് അങ്ങനെ ശ്രദ്ധിക്കുക, അങ്ങനെ നോക്കുക, അങ്ങനെ ഒന്ന് അസ്യൂം ചെയ്യാം. ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ളൊരു പ്ലേറ്റ് ചാരി വെച്ച പോലെ. ഇത് ഈ ഒരു 8 ഒക്ടൻ്റ് ആയിട്ടാണ് നമുക്കറിയാം. 2Dയിലാകുമ്പോൾ XY പ്ലെയിനിനെ 4 ക്വാഡ്രൻ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ 3Dയിലേക്ക് വരുമ്പോൾ 8 ഒക്ടൻ്റുകളായിട്ടാണ് പാർട്ടീഷൻ. അതിലെ ഫസ്റ്റ് ഒക്ടൻ്റാണ് എക്സും വൈയും സെഡും പോസിറ്റീവ് വരുന്ന ഫസ്റ്റ് ഒക്ടൻ്റിലെ ആ പ്ലെയിനിൻ്റെ ഒരു പോർഷൻ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്തു മാത്രം. അത് വരയ്ക്കാൻ ഇത്രയാണ് എളുപ്പമുള്ള പരിപാടിയാണ്. എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും സെഡ് ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കുക, അതാത് പോയിൻറ്റ്സ് അതാത് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുക. ദെൻ അവരെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ഒന്ന് ജോയിൻ ചെയ്യുക. ഇനി ഏതെങ്കിലും ഇൻ്റർസെപ്റ്റ് അല്ലാത്ത, അതായത് ഏതെങ്കിലും ആക്സിസിനെ മീറ്റ് ചെയ്യാനുള്ള കേസുകളൊക്കെ വരും. അതാത് ടൈമിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ പ്ലെയിൻ വരയ്ക്കുന്ന കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് അടുത്ത ഗ്രാഫിലേക്ക് കടക്കാം. ഡിസ്ക്രൈബ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of xy equal to root of 1 minus x square minus y square in an xyz coordinate system. So z equal to root of 1 minus x square minus y square എന്നുള്ള ഇക്വേഷൻ്റെ ഗ്രാഫാണത്. അപ്പോൾ അതാണ് f of xy എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ റൂട്ട് കളയാൻ വേണ്ടി രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും സെറ്റ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് പോവും, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ടിൽ പോവും 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇത് അങ്ങോട്ട് പോകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലുള്ളതാണ്. എക്ക് പകരം 1 ആണെന്ന് മാത്രം. അപ്പോൾ ഇത് ഒറിജിൻ സെൻറ്റർ ആയിട്ട് 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സ്ഫിയറിൻ്റെ ഇക്വേഷനാണ്. പക്ഷേ ഇവിടെ ഒരു കേസ് ഉണ്ട്. സെഡ് എന്നുള്ളത് റൂട്ട് ഓഫ്, നമ്മളതിനെ സ്ക്വയർ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്. ആക്ച്വലി നമ്മുടെ ഇക്വേഷൻ സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളതിൻ്റെ ഇക്വേഷൻ, ആ ഒരു ഇക്വേഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ സ്ഫിയറാണ്. ഫങ്ഷൻ ആവണമെങ്കിൽ അതൊരു യൂണീക്ക് വാല്യൂ ആയിരിക്കണം ഓരോ പോയിൻറ്റിനും. അപ്പോൾ ഓർഡേഡ് പെയർ എക്സ് വൈക്ക് ഒരു യൂണീക്ക് ഇമേജ് വരുമ്പോൾ നമ്മൾ അതിനെ റൂട്ട് ഓഫ് എക്സ് വൈ എന്നുള്ളത് എടുക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് റൂട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യാറ്, പോസിറ്റീവ് വാല്യൂ മാത്രമാണ് കൺസിഡർ ചെയ്യാറ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി പ്ലസ് ഓർ മൈനസ് 2 രണ്ട് വാല്യൂസ് ഉണ്ട്. പക്ഷേ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ എഫ് ഓഫ് 4ൻ്റെ വാല്യൂ 2 തന്നെ എടുക്കണം. പോസിറ്റീവ് റൂട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. പ്ലസ് ഓർ മൈനസ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 4 ലൈന് 2 ഇമേജ് ആവും, ഫംഗ്ഷൻ ആവാണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ ആവണമെങ്കിൽ നമ്മളിങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അവിടെ കൊണ്ടുവരും. പോസിറ്റീവ് റൂട്ട്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അതായതുകൊണ്ട് സെഡ് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഈക്വൽ ടു 0യും വരാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 1 ആകുമ്പോൾ ഈക്വൽ ടു 0 വരും. ഇപ്പം അങ്ങനെ അല്ലാത്ത കേസിൽ എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ സെഡ് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ എക്സ് വൈ പ്ലെയിൻ, ഇതാണ് എക്സ് വൈ പ്ലെയിൻ, അതിൻ്റെ മുകൾ ഭാഗത്തുള്ള പോർഷനാണ് സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിൻ്റെ ഇക്വേഷൻ. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അത് വൈ സെഡ് പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. ദെൻ വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അത് എക്സ് സെഡ് പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് സെഡ് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ എക്സ് വൈ പ്ലെയിനും അതിൻ്റെ മുകൾ ഭാഗത്തും. അപ്പോൾ നമുക്ക് ആക്ച്വലി സ്ഫിയർ വരുന്നത് ഇതിൻ്റെ താഴേക്കും കൂടി ഉണ്ട്, എക്സ് ആക്സിസിൻ്റെ താഴേക്കും കൂടിയും പോകും.
സെഡ് ലെസ് ദാൻ സീറോയിലും ആ സ്ഫിയറിൻ്റെ പോർഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഈ ഒരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ നമുക്ക് വരയ്ക്കുമ്പോൾ ഇത് ഫുള്ളായിട്ടൊരു ബോൾ ഷേപ്പിൽ തന്നെ ഉണ്ടായിരിക്കും, എക്സ് വൈ പ്ലെയിൻ്റെ താഴേക്കും ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ആ സ്ഫിയറിൻ്റെ മുകൾ ഭാഗം, അതായത് അപ്പർ ഹെമിസ്ഫിയർ മാത്രമായിരിക്കും ഇതിൻ്റെ ഗ്രാഫായിട്ട് നമുക്ക് വരുന്നത്. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഡിസ്ക്രൈബ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു മൈനസ്, അതായത് നെഗറ്റീവ് ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, രണ്ട് സൈഡും നേരത്തെ പോലെ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും സെഡ് സ്ക്വയർ ഈക്വൽ ടു, സ്ക്വയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹോൾ സ്ക്വയർ പോകും, നമുക്ക് നെഗറ്റീവ് പോവും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക, സെഡ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ നെഗറ്റീവ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ സ്ക്വയർ. അപ്പോൾ നെഗറ്റീവ് സൈൻ നമുക്ക് പോകും. അപ്പോൾ നമുക്കറിയാം ഇത് ഇൻഫൈനൈറ്റ് കോണിൻ്റെ ഇക്വേഷനാണ്. ഇൻഫൈനൈറ്റ് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ രണ്ട് പോർഷനും ഇതുപോലെ ഇവിടേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഇവിടേക്ക് നോക്കാം, സെഡ് ഈക്വൽ ടു ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ അതിൻ്റെ നെഗറ്റീവ് വാല്യൂ ആണ്. സോ സെഡ് എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ ഈ കോണിൻ്റെ താഴേക്കുള്ള പോർഷൻ മാത്രമാണ് നമ്മുടെ ഗ്രാഫായിട്ട് വരുന്നത്. സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിൻ, അതിൻ്റെ താഴേക്കാണ് സെഡ് ലെസ് ദാൻ 0. അപ്പോൾ ഈ ആക്ച്വലി ഇൻഫൈനൈറ്റ് കോൺ, അതായത് സെഡ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്, രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള കോണാണ്. അപ്പോൾ അതിൻ്റെ എക്സ് വൈ പ്ലെയിനിൻ്റെ താഴേക്കുള്ള പോർഷൻ മാത്രമാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫായിട്ട് നമുക്ക് വരുന്നത്.